എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. PM കിസാൻ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് കർഷകർ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് ഒരു കർഷക രജിസ്ട്രേഷൻ ID കൈപ്പറ്റേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ എടുക്കാത്തവർക്ക് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. ഇപ്പോഴും പല കർഷകരും രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. കിസാൻ നിധിയുടെ 2000 രൂപയുടെ ഗഡുകൾ മാത്രമല്ല, വളം വിൽക്കുന്ന കടകളിൽ നിന്ന് 1 കിലോ യൂറിയ വാങ്ങണമെങ്കിൽ പോലും അഗ്രി സ്റ്റാക്ക് തിരിച്ചറിയൽ കാർഡ് വേണ്ടി വരുന്നതാണ്. കൃഷിഭവനുകൾ വഴിയായിരുന്നു തുടക്കത്തിൽ അഗ്രി സ്റ്റാക്കിൽ രജിസ്ട്രേഷൻ ചെയ്തിരുന്നത് എങ്കിൽ, എന്നാൽ പിന്നീട് സ്വന്തമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ രജിസ്ട്രേഷൻ ചെയ്യുവാൻ അവസരം ലഭിച്ചിരുന്നതാണ്. സംസ്ഥാനത്ത് ഇതുവരെ 22,50,000 പേരാണ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൽ 12,44,811 പേർക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് ഭൂമിയുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്തവർക്ക് 11 കർഷക ID ലഭിക്കുന്നതാണ്. ഇത് ലഭിച്ചാലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. കൃഷിക്കാരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ID നമ്പറിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഡിജിറ്റൽ ക്രോപ്പ് സർവേ വിവരങ്ങളും റവന്യൂ വകുപ്പിലെ ഭൂരേഖ വിവരങ്ങളും ഒത്തുനോക്കിയാണ് കർഷകരുടെ വിവരം രജിസ്ട്രേഷൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള പരിശോധന പൂർത്തിയായാലേ അംഗീകാരമാവുകയുള്ളൂ. വില്ലേജ് ഓഫീസുകളിലെ കണക്കുകളും കർഷകർ നൽകിയ ഭൂമിയിലെ കണക്കുകളും വ്യത്യസ്തമാണ് എങ്കിൽ തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതല്ല. നിലവിൽ 9 ലക്ഷം പേരുടെ രജിസ്ട്രേഷൻ വില്ലേജ് ഓഫീസുകളിൽ അംഗീകാരത്തിനായിട്ട് കാത്തിരിപ്പുണ്ട്. ഭൂമിയുടെ അളവ്, കൃഷി, വിളവ്, വളം, കീടനാശിനി, വിപണിയിൽ ലഭിക്കുന്ന നിലവിലെ വില, അതോടൊപ്പം തന്നെ സർക്കാർ PM കിസാൻ ഗുണഭോക്ത ഇതര സഹായങ്ങൾ എന്നിവയെല്ലാം തന്നെ രജിസ്ട്രേഷൻ IDയിൽ ഉണ്ടായിരിക്കുന്നതാണ്. തിരിച്ചറിയൽ കാർഡ് ഉള്ളവർക്ക് മാത്രമായിരിക്കും കിസാൻ നിധിയുടെ 6000 രൂപ വാർഷിക ധനസഹായം ഇനി മുതൽ ലഭിക്കുന്നത്. അഗ്രി സ്റ്റാക്ക് രജിസ്ട്രിയിൽ പേര് ചേർക്കുവാനും സ്റ്റാറ്റസ് പരിശോധിക്കുവാനും ശരിയായിട്ടുള്ള വെബ്സൈറ്റ് തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇതിന് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനമാണ് എങ്കിലും ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക വെബ്സൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഗൂഗിളിൽ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെത് മാത്രമല്ല, ചിലപ്പോൾ തമിഴ്നാട്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളുടെ വെബ്സൈറ്റും കിട്ടുന്നതാണ്. കേരളത്തിലുള്ള കർഷകർ പരിശോധിക്കേണ്ടത് klfr.agristack.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റാണ്. ഗൂഗിളിൽ തിരയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ സൈറ്റുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ തെറ്റായിട്ടുള്ള സൈറ്റുകളിൽ കയറി വിവരങ്ങൾ തിരയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കർഷകർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ഇത് പരിശോധിക്കാവുന്നതാണ്. സ്റ്റാറ്റസ് പരിശോധിക്കുന്ന വിധം ഇങ്ങനെയാണ്. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിലുള്ള ചെക്ക് എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആധാർ നമ്പർ, എൻറോൾമെന്റ് ID അല്ലെങ്കിൽ ഫാർമർ ID എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ആധാർ നമ്പർ നൽകുന്നതാണ്. ആധാർ നമ്പർ നൽകി ചെക്ക് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ താഴെയായിട്ട് ഫലം കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമാണ് എങ്കിൽ കർഷകന്റെ പേര്, എൻറോൾമെന്റ് തീയതി, 11 അക്കങ്ങളുള്ള ഫാർമർ ID എന്നിവ കാണാവുന്നതാണ്. കൂടാതെ ഫാർമർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നതിന് നേരെ രജിസ്ട്രേഡ് ആക്റ്റീവ് എന്നും അപ്രൂവൽ സ്റ്റാറ്റസ് എന്നതിന് നേരെ അപ്രൂവ്ഡ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കാണിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു എന്നും ഇനി പുതുതായിട്ട് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നും മനസ്സിലാക്കാവുന്നതാണ്. ആരുടെയെങ്കിലും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ റിജക്റ്റഡ് എന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണോ എങ്കിൽ അത് പരിഹരിക്കുന്നതിനായിട്ട് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളോ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കർഷക രജിസ്ട്രേഷൻ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുവാനുള്ള സംവിധാനം നിലവിലെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ പുതിയ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.